മാർത്തോമ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ചരിത്രം 6-ാം ഭാഗം. ഒന്നാമത്തെ ചോദ്യം: ലോക മാർത്തോമ വനിതാ സമ്മേളനം എന്നാണ് നടന്നത്? എവിടെയാണ് ഈ സമ്മേളനം നടന്നത്? ഉത്തരം: 2019 ഫെബ്രുവരി 9 മാരാമൺ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ സമ്മേളനം നടന്നത്. സേവികാ സംഘത്തിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനമാണ് ലോക മാർത്തോമ വനിതാ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: ശാലേം ദിനമായി കൊണ്ടാടുന്നത് എന്ന്? ഉത്തരം: ഓഗസ്റ്റ് 7. കാലം ചെയ്ത യൂഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്തയുടെ ജന്മദിനമാണ് ശാലേം ദിനമായി കൊണ്ടാടുന്നത്. മൂന്നാമത്തെ ചോദ്യം: സേവികാ സംഘത്തിൻ്റെ ശതാബ്ദി ലോഗോ തയ്യാറാക്കിയത് ആര്? ഉത്തരം: റെവറൻ ഷിബു പള്ളിച്ചിറ. നാലാമത്തെ ചോദ്യം: ശതാബ്ദി വർഷത്തിൽ ഏത് ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് ലോഗോ പ്രകാശനം ചെയ്തത്? ഉത്തരം: സ്ത്രീകൾ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടതിന് പ്രകാശിതരായവർ. അഞ്ചാമത്തെ ചോദ്യം: സേവികാ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഉത്തരം: മിസിസ് റേച്ചൽ ജോർജ്. ആറാമത്തെ ചോദ്യം: സേവികാ സംഘത്തിൻ്റെ ആദ്യത്തെ ഉപദേശക സമിതിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം: 11. ഏഴാമത്തെ ചോദ്യം: സേവികാ സംഘ ദിനത്തിലെ സ്തോത്ര കാഴ്ച അതത് ഭദ്രാസനത്തിനായി വേർതിരിച്ചത് ഏതു വർഷം മുതലാണ്? ഉത്തരം: 1980 മുതൽ. എട്ടാമത്തെ ചോദ്യം: സേവികാ സംഘത്തിൻ്റെ അവസാനത്തെ സ്ത്രീ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം: ശ്രീമതി അന്നമ്മ ഇട്ടിയര. ഒമ്പതാമത്തെ ചോദ്യം: സേവികാ സംഘത്തിൻ്റെ ശതാബ്ദി ഗാനം രചിച്ചത് ആര്? ഉത്തരം: റെവറൻ സാജൻ പി മാത്യു. പത്താമത്തെ ചോദ്യം: സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമ്മർ ക്ലാസ് ആരംഭിച്ചത് എന്ന്? ഉത്തരം: 1951. സേവികാ സംഘത്തിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. എന്നാൽ ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.